ഹലോ ഫ്രണ്ട്സ്, നിലാവ് നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ എന്ത് കൃഷി ചെയ്യാൻ ഇറങ്ങിയാലും നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താ, നമ്മുടെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണോ എന്നുള്ളതാണ് അല്ലേ. അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. ചിലപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കൃഷി നശിച്ചു പോകാറുണ്ട്, അഴുകിപ്പോവുകയും അതുപോലെ വിത്തും അതിൻ്റെ വേരും എല്ലാം ഒന്നും പിടിക്കാതെ നന്നായിട്ട് മണ്ണിൽ പിടിക്കാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് അത്? നമ്മൾ പറയും വിത്തിൻ്റെ കുഴപ്പമാണ്. വിത്തിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, മണ്ണിൻ്റെ പ്രശ്നം കൊണ്ടും നമ്മുടെ കൃഷി ഒന്നും നേരെയാവാതെ വരും. അതിനെന്നാ ചെയ്യണം? നമ്മുടെ മണ്ണ് ഈ കൃഷിക്ക് അനുയോജ്യമാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ അതിനായിട്ടുള്ള ക്ലാസ്സിന് പോവുകയാണ്. നമ്മുടെ കൃഷിഭവനിൽ അതിനുവേണ്ടി ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം അവിടെ തീർത്ത് തരും. അവർ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരും. അപ്പോൾ ആ ക്ലാസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഞാൻ ഫുള്ളായിട്ട് ആ വീഡിയോ ക്ലാസ്സിൽ അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ലെങ്കിലും അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ സ്ഥലം ചടയമംഗലമാണ് കേട്ടോ. ചടയമംഗലം ജഡായിമംഗലം എന്ന് പറയും. കണ്ടില്ലേ, ജഡായിപ്പാറയെ കണ്ടില്ലേ, ഇവിടെയാണ് കേട്ടോ നമ്മുടെ കൃഷിഭവനുള്ളത്. കൃഷിഭവൻ മാത്രമല്ല, അവിടെ നിങ്ങളൊരു ബോർഡ് കണ്ടു കാണും. അതാണ് നമ്മുടെ മണ്ണ് സംരക്ഷണ കേന്ദ്രം. നമ്മുടെ കൃഷിഭവനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ചടയമംഗലത്തെ മണ്ണ് സംരക്ഷണ കേന്ദ്രവും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ ചടയമംഗലത്തെ കൃഷിഭവൻ കേട്ടോ. മീറ്റിങ്ങിനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ഞാനങ്ങ് കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കടക്കൽ റിട്ടയർഡ് ADA രാഹുൽ സാറായിരുന്നു നമ്മുടെ ക്ലാസ് ഇന്ന് എടുത്തിരുന്നത്. ചടയമംഗലം കൃഷിഭവൻ്റെ പരിധിയിൽ പെടുന്ന എല്ലാ വാർഡുകളിൽ നിന്നും 2 പ്രതിനിധികളെ വെച്ച് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, നമുക്ക് തരുന്ന ഈ ക്ലാസ്സിൽ തരുന്ന ഈ ടോപ്പിക്സ് അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാവരെയും വിളിച്ച് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം കുറച്ച് പേരെ വിളിച്ചിട്ട് ഈ അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അത് ക്ലാസ് എടുത്ത രാഹുൽ സാർ ഭംഗിയായിട്ട് നിർവഹിച്ചു. മെയിനായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു, നമ്മളെ മണ്ണ് നമ്മൾ കൃഷിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പ് വരുത്തണമെന്ന്. നമ്മളെ മണ്ണിലടങ്ങിയ നമ്മുടെ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, പിന്നെ നമ്മുടെ സൂക്ഷ്മങ്ങളൊക്കെ ബോറോൺ, കാൽഷ്യം, ഇങ്ങനെയുള്ള എല്ലാ മൂലകങ്ങളും പല മണ്ണിലും പല രീതിയിലായിരിക്കും, വ്യത്യസ്തമാകും. ഇപ്പം നമ്മൾ അപ്പുറത്തെ പറമ്പിൽ അവിടുത്തെ വീട്ടിൽ പറമ്പിൽ ചേട്ടൻ കൃഷി ചെയ്യുമ്പോഴത്തേനും 5 കിലോ നമ്മുടെ വളം ഇട്ടെന്ന് കരുതിയിട്ട് നമ്മളതിട്ടാൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നമ്മുടെ റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. കൈഫലങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്യണം. മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ സാമ്പിൾ എടുക്കുന്ന രീതി ആർക്കെങ്കിലും അറിയത്തില്ല, അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേക്കണം. അതിൻ്റെ കറക്റ്റ് മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്ന രീതി കറക്റ്റായിട്ട് ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതെന്തായാലും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഒത്തിരി ലെന്തിയായി പോവും. അപ്പോൾ മണ്ണെടുത്തിട്ട് നമ്മളിപ്പം നമുക്കാണ്, നമ്മുടെ ചടയമംഗലമാണ്, കൊല്ലം ഡിസ്ട്രിക്ട് ചടയമംഗലമാണ്. നമ്മുടെ ചടയമംഗലത്തിൽ ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ, കൃഷിനോട് ചേർന്ന് തന്നെ മണ്ണ് സംരക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട്. അവിടെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയ ഡീറ്റെയിൽ ആയിട്ട് ലാബ് വേണം കൊടുക്കാൻ. ഞങ്ങൾ കൃഷിഭവനുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഒരു സാമ്പിൾ ശേഖരിച്ച് ട്രിവാൻഡ്രത്തുണ്ട്. ഇങ്ങനെ സൂക്ഷ്മമൂലകങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന, മൈക്രോ ന്യൂട്രിയൻസിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാബ് ട്രിവാൻഡ്രത്തുണ്ട്. അവിടെ അത് അവർ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് നമുക്ക് അയച്ചു തരും. നമ്മൾ എന്തൊക്കെ കൃഷി ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അതിന് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മണ്ണ് അതിന് അനുയോജ്യമാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മൾ മണ്ണ് ഒരു തവണ മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരാ, നമ്മൾ വർഷത്തിലെ എല്ലാ വർഷവും നമ്മളൊരു വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടുത്തായിട്ട് അത് ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. എനിക്ക് കിട്ടിയൊരു അറിവ് ഞാനത് ഷെയർ ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ഈ വീഡിയോ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടുകൾ, അതായത് മണ്ണെടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അത് രേഖപ്പെടുത്തണം. ഞാൻ വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും പ്രയോജനകരമായ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.